എംബാപ്പെ ആക്റ്റീവായിട്ട് പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് റിയൽ മാഡ്രിഡിന് പലപ്പോഴും പല ട്രബിൾ സിറ്റുവേഷനിലൂടെ ലീഡ് ചെയ്യണമെന്ന് നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പം ഈ സീക്വൻസിൽ നോക്കുമ്പോഴേക്കും നിങ്ങൾക്കറിയാം അവിടെ എംബാപ്പെ മാർക്ക് ചെയ്യേണ്ടതാണ്. ആ ആളെ മാർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ വിനി അവിടെ നിന്ന് ട്രാക്ക് ബാക്ക് ചെയ്ത് ബാക്കിലോട്ട് നിന്ന് അയാളെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്ത ആൾ അവിടെ ഫ്രീ ആണ്. അപ്പോൾ എംബാപ്പെ അവിടെ അപ്പോഴും റെസ്പോൺസിബിലിറ്റി എടുക്കാഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സുഖമായിട്ട് അയാൾക്ക് തിരിച്ച് ബാക്ക് പാസ് കിട്ടി. നേരെ പിന്നെയും വിനിയുടെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് പാസ് കൊടുത്ത് അത്രയും ഒരു സൈഡ് സ്പേസ് നോക്കുക നിങ്ങൾ. അവിടെ അത്രയും സ്പേസ് ഓപ്പണായി. ഇനി അവിടെ നിന്ന് അയാൾ ഡയറക്റ്റ് ഒരു ത്രൂ പാസ് കൊടുക്കുന്നു. അവിടെ നിന്ന് അവർക്ക് ഭയങ്കര സുഖമായിട്ട് ആ ഒരൊറ്റ പാസിലൂടെ റിയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ഡിഫൻസ് മിഡ്ഫീൽഡും പൊട്ടി. ഇനി അവിടെ നിന്ന് അയാൾ ജസ്റ്റ് ഒരു 1-2 നടത്തി നേരെ കോർണറിൽ എത്തിയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കോർണറല്ലേ, അതിലിപ്പോൾ എന്താണ് ഇത്ര വലിയ പ്രശ്നം, ഗോളൊന്നും ആയില്ലല്ലോ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ സംഭവത്തിൽ നിന്നാണ് ആ കോർണർ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഫൗള്, ജസ്റ്റ് ഷർട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഫൗള് കിട്ടി. അവിടെ നിന്ന് ഡയറക്റ്റ് പെനാൽറ്റി ഇട്ട് അവർ ഗോൾ അടിച്ചു. ബാപ്പെ ആക്റ്റീവായിട്ട് അവിടെ ആ സമയത്ത് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സീക്വൻസേ സംഭവിക്കില്ലായിരുന്നു. പെനാൽറ്റിയും കോർണറും രണ്ടും ഒഴിവാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു.